അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ രഹസ്യ ജീവിതം വളരെ സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനമാണ്. തെറ്റുകൾ വന്നു ചേരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സമയമാണ് നമ്മുടെ രഹസ്യ ജീവിതം. തീർച്ചയായിട്ടും ആ രഹസ്യ ജീവിതം നന്നാകുമ്പോൾ മാത്രമാണ് നമുക്ക് പരിപൂർണമായ വിജയം ലഭിക്കുകയുള്ളൂ. ബസറയിലെ ഒരു പ്രധാനി അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ വന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം ആ തോട്ടത്തിൽ തന്റെ ജോലിക്കാരന്റെ സുന്ദരിയായ ഭാര്യയെ കാണുകയും അവളിൽ ആഗ്രഹം ജനിക്കുകയും ചെയ്തു. അദ്ദേഹം ജോലിക്കാരനെ മറ്റു പല കാര്യങ്ങൾക്കുമായി പുറത്തുവിടുകയും അങ്ങനെ ആ പ്രധാനിയായ ആ മനുഷ്യനും ആ ജോലിക്കാരന്റെ ഭാര്യയും അവിടെ തനിച്ചാവുകയും ചെയ്തു. അങ്ങനെ തന്റെ ഇംഗിതത്തിന് വേണ്ടി ആ മനുഷ്യൻ ആ ജോലിക്കാരന്റെ ഭാര്യയെ വിളിക്കുകയും എല്ലാ വാതിലുകളും അടക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ആ ജോലിക്കാരന്റെ ഭാര്യ പറഞ്ഞു, എല്ലാ വാതിലുകളും ഞാൻ അടച്ചിട്ടുണ്ട്, പക്ഷേ ഒരു വാതിൽ എനിക്ക് അടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ പ്രധാനിയായ മനുഷ്യൻ പറഞ്ഞു, ഏതാണ് നിനക്ക് ആ അടക്കാൻ കഴിയാത്ത വാതിൽ? അപ്പോൾ ആ ജോലിക്കാരന്റെ ഭാര്യ പറഞ്ഞു, അത് അള്ളാഹുവിനും നമുക്കും ഇടയിലുള്ള വാതിലാണ്. കാരണം ആ വാതില് ഒരിക്കലും അടക്കാൻ കഴിയില്ലല്ലോ, സദാസമയം അള്ളാഹു നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഈ സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ മനസ്സ് പശ്ചാത്താപ ഭംഗിരമായി. അങ്ങനെ ആ മനുഷ്യൻ ആ ജോലിക്കാരന്റെ ഭാര്യയോട് മാപ്പ് പറയുകയും അവിടെ നിന്നും പുറത്തു പോവുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ചലനങ്ങളും കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ രൂഢമൂലമായാൽ അതുവഴി നമ്മുടെ രഹസ്യ ജീവിതം ശുദ്ധമാവുകയും അത് കാരണമായി നമ്മുടെ ജീവിതം തന്നെ പരിപൂർണമായി ശുദ്ധമാകാൻ അത് കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ.